ഹലോ. രാവിലെ തന്നെ നല്ല മഴയായിരുന്നു കേട്ടോ. ശനിയാഴ്ചക്കത്തെ വീഡിയോ ആണ്. കുറച്ച് ദിവസം നല്ല വെയിലായിരുന്നു, അതിനൊക്കെ പകരമായിട്ട് ഇന്ന് നല്ല മഴയാണ് കേട്ടോ. ദോശയാണ് കേട്ടോ ചുടുന്നത്. നമ്മൾ സാധാ ദോശയല്ല കേട്ടോ, സാധാ പൊടിയുണ്ട്. അതായത് തലേ ദിവസം കലക്കി വെച്ചതൊന്നുമല്ല. രാവിലെ തന്നെ ഞാൻ അരിപ്പൊടിയും തേങ്ങയും കൂടെ ഇട്ടിട്ട്, വേറെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. അരിപ്പൊടിയും തേങ്ങയും കൂടെ ഇട്ടിട്ട് ഇച്ചിരി ഓയിൽ ഒഴിച്ചിട്ട് ഞാനൊന്ന് മിക്സിയിൽ അടിച്ചതിന് ശേഷം ഉണ്ടാക്കുന്നതാണ് കേട്ടോ. സാധാ മറ്റേ ദോശ പോലെയല്ല. നമ്മുടെ ദോശ എന്ന് പറയും, മലപ്പുറംകാർക്കൊക്കെ അറിയാം. ആ ദോശയാണ് അധികം വീട്ടിലുണ്ടാക്കുക. അപ്പോൾ അതെല്ലാവരും പരാതി പറയുന്നുണ്ടാവില്ലേ, ചിലരൊക്കെ പറയും എന്നും ദോശയാണോ എന്ന് ചോദിക്കും. അപ്പോൾ അവരെയൊക്കെ പറ്റിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഈ ദോശ കൊടുത്തിട്ട് ആ ദോശയല്ല എന്ന് പറഞ്ഞിട്ട്, പക്ഷേ സെയിം പ്രൊസീജിയർ സെയിം സാധനം തന്നെയാണ് എടുക്കുന്നത്. അങ്ങനെ അപ്പോൾ അതാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിലേക്ക് ചട്നി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ. പിന്നെ ഉച്ചക്ക് കറിക്കുള്ളത് നമുക്കിന്ന് മീൻ കിട്ടിയിട്ടില്ല. അപ്പം പപ്പായ ഉണ്ടല്ലോ, ഓമക്കായ പൊട്ടിച്ചിട്ട് ഞാൻ കറി വെക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഉണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ ചെറുപഴം ഉണ്ടല്ലോ, അതിൻ്റെ പച്ചയാണ് കേട്ടോ. അതും ഞാൻ പൊട്ടിച്ച് രണ്ട് മൂന്നെണ്ണം പൊട്ടിച്ചു. അപ്പോൾ അതും പച്ചക്കായയും പപ്പായയും കൂടെ ഇട്ടിട്ട് കറി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പരിപ്പില്ലാണ്ട് ഓമക്കായും പച്ചക്കായയും പിന്നെ തക്കാളി മസാലകളൊക്കെ കൂടെ ഇട്ടിട്ട് കുക്കറിൽ വെക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ എല്ലാം കൂടെ ഒന്നിച്ച് വെച്ചു കുക്കറിൽ റെഡിയാക്കാൻ നോക്കുകയാണ്. അപ്പോഴത്തേക്കും മോൾ എണീറ്റുണ്ടായിരുന്നു കേട്ടോ. മോൾ എണീറ്റ് പിന്നെ അവളെ കുറച്ച് നേരമൊക്കെ ഒന്ന് സോപ്പിട്ട് നിർത്തിയിട്ട് വേണമല്ലോ എനിക്ക് അടുത്ത പണിക്ക് നിൽക്കാൻ. അങ്ങനെ പിന്നെ പനിയുണ്ട് കേട്ടോ. പനി ഇട്ടിട്ടില്ല. ഇപ്പോൾ രാവിലെ നീച്ചപ്പോൾ ഈ സമയത്തൊക്കെ നല്ല പനി തന്നെയാണ്. അങ്ങനെ ഞാൻ വേഗം അവൾക്ക് ഇനി ദോശ കൊടുത്തിട്ട് വേണം മരുന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേക്കും കുക്കറിലൊക്കെ റെഡിയാക്കിയിട്ട് അവിടെ വെച്ചിട്ടോ. പിന്നെ ഞാൻ അവളിരിക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ തേങ്ങ അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പിന്നെ അത് വെന്തതിന് ശേഷം ഞാൻ 2-3 വിസിലടിച്ചപ്പോഴത്തേനും അത് വെന്തുണ്ടാവുമെന്ന് വിചാരിക്കും. തുറന്നൊക്കെ വെന്തിട്ടുണ്ടെന്നുണ്ട്. ഞാൻ കയ്യിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് ഉടച്ചതിന് ശേഷം ഞാൻ തേങ്ങ പറഞ്ഞു കൊടുത്തു കേട്ടോ. അപ്പോഴത്തേക്കും പിന്നെ കോഴീനെ വിടാറായിട്ടുണ്ടായിരുന്നു. കുറേ നേരമായി. പിന്നെ അവളെൻ്റെ ഒക്കത്തൊന്നും ഇറങ്ങുന്നുണ്ടായിരുന്നില്ല, കരച്ചിലായിരുന്നു. അങ്ങനെ പിന്നെ അവളെ കൊണ്ട് തന്നെയാണ് കോഴിക്കോടൊക്കെ തുറന്നു കൊടുത്തത്. അപ്പോഴത്തേക്കും പിന്നെ കാക്കു നീറ്റുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ കാക്കുവിൻ്റെ അടുത്ത് കൊടുത്തു അവളെ കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ വേഗം ഒന്ന് കടുക് വറുക്കാമെന്ന് വിചാരിച്ചിട്ട്, എന്നിട്ട് വേണം അവൾക്ക് ചായ കൊടുക്കാൻ വേണ്ടിയിട്ട്. വേഗം കടുവും വേപ്പിൻ്റെ ഇലയും പൊട്ടിച്ചിട്ട് ഞാൻ വേഗം അതിലേക്ക് ഒഴിച്ചു കൊടുത്തു കേട്ടോ. അങ്ങനെ പിന്നെ അവൾക്ക് ദോശ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും കാക്കു ചായ കുടിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ചാടിക്കായിരുന്നു കേട്ടോ. ചാടിക്കാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല, അവൾ കരഞ്ഞിട്ട്. അങ്ങനെ പിന്നെ അവളെ മടിയിലിരുത്തിയിട്ട് ഒരു ഇത് ചായ കുടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അപ്പോഴത്തേക്ക് ചോറും എന്തുണ്ടായിരുന്നു, ചോറൊക്കെ ഊറ്റിയിട്ടോ. ഇന്ന് മീനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഞാൻ ഒരു ഓമക്കായും കൂടെ പൊട്ടിച്ചിട്ട് അതൊന്നിങ്ങനെ ഗ്രൈൻഡ് ചെയ്തിട്ട് അതിൽ പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് വേവിച്ചിട്ട് ഒരു ഉപ്പേരിയാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് ഒന്നുമില്ലാത്ത സമയത്ത് കേട്ടോ. അങ്ങനെ ഞാൻ അതിൽ തേങ്ങ ഇട്ടിട്ട് ചിലപ്പോൾ ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ ഒന്ന് കുറച്ച് തേങ്ങ ഇട്ടിട്ട് ഉണ്ടാക്കാൻ വിചാരിച്ചു. അങ്ങനെ കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വേവിച്ചു. ഉപ്പേരി അവിടെ റെഡിയായേ. അപ്പോൾ ഞാൻ ഇന്നലെ തലേ ദിവസത്തെ എരുന്തിൻ്റെ റോസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എരുന്ത് റോസ്റ്റ് ഉണ്ടായിരുന്നു, അത് ഞാൻ ഫ്രിഡ്ജിക്ക് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്ന് എടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ച് ഒന്ന് ചൂടാക്കി എടുത്തു കേട്ടോ. പിന്നെ ഞാൻ എല്ലോടും ഒന്ന് ക്ലീൻ ആക്കിയിട്ടു. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ബാക്കി നാളെ. ഓക്കെ, ബായ്.